നമസ്കാരം, ഞാൻ അർച്ചന ആർമി. ബാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കർഷകനായ അച്ഛനും വീട്ടമ്മയായ അമ്മയും വിദ്യാർത്ഥിയായ ഏട്ടനും അടങ്ങുന്ന എന്റെ കുടുംബം പ്രൗഢഗംഭീരമായ ഈ നിമിഷത്തിൽ ആനുകാലിക പ്രസക്തവും ചിന്തോദ്ദീപകവുമായ ഒരു വിഷയത്തെ കുറിച്ച് തന്നെയാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒരു കഥയിലൂടെ തുടങ്ങും. കാട്ടിലെ മൃഗങ്ങളെല്ലാം കുരങ്ങനെ രാജാവായി എടുത്തത് കുറുക്കൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കുരങ്ങനെ സമീപിച്ചുകൊണ്ട് വായന മനുഷ്യനെ പരിപൂർണനാക്കുന്നു. പ്രശസ്ത ഉപന്യാസകാരനായിരുന്ന ഫ്രാൻസിസ് ബേക്കണിന്റെ വാക്കുകളാണ്. പരിപൂർണനായ മനുഷ്യൻ എന്നത് നമസ്കാരം. പരിശ്രമം ചെയ്യുകിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മർത്യനെ പാരിലയച്ചരീശൻ. മലയാള കവി KC കേശവപിള്ളയുടെ അധ്വാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അനുസ്മരിപ്പിക്കുന്ന വരികളാണിവ. ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നാം കഠിനമായി അധ്വാനിക്കണം. നിരന്തരമായ പരിശ്രമവും ശരിയായ ജ്ഞാനത്തിന്റെ പ്രയോഗവും വിഷമഘട്ടങ്ങളിൽ നിന്ന് അതിജീവിക്കാനും അസാധ്യമെന്ന് തോന്നുന്നവയെ അളന്ന് മനസ്സിലാക്കാനും നമ്മെ സഹായിക്കുന്നു. എന്റെ അധ്വാനം സൗഭാഗ്യം കൊണ്ടുവന്നാൽ, ആ സൗഭാഗ്യ നാളുകളിൽ ഞാൻ ഒരു ലോക നേതാവായാൽ, മഹാത്മാഗാന്ധി, നെൽസൺ മണ്ടേല, മാർട്ടിൻ ലൂതർ കിങ്, APJ സാർ തുടങ്ങിയ മഹാനേതാക്കൾ കാട്ടിത്തന്ന വഴികളിലൂടെ എന്റെ ആശയങ്ങൾക്കും ചിന്തകൾക്കും ചിറകുകൾ നൽകാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്ന ഓർമ്മയുടെ ഈ വേദിയിൽ വെച്ച് തന്നെ പ്രതിജ്ഞ ചെയ്യുന്നു. നിങ്ങളുടെ പ്രവൃത്തി മറ്റുള്ളവരെ കൂടുതൽ സ്വപ്നം കാണാനും പ്രവർത്തിക്കാനും കൂടുതൽ പദവിയിലെത്താനും പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് നേതാവ്. അമേരിക്കയുടെ 6ാമത്തെ പ്രസിഡന്റായ ജോൺ ക്വിൻസി ആഡം പറഞ്ഞ വാക്കുകളാണിവ. യഥാർത്ഥത്തിൽ ഒരു സാരഥി എങ്ങനെയാവണം? ചോദ്യം എളുപ്പം, പക്ഷേ ഉത്തരം അത്ര എളുപ്പമല്ല. കാരണം ഇന്ന് നാം മനസ്സിലാക്കുന്നത് വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ട് വഴിക്കാണ് എന്നുള്ളതാണ്. ഇന്നേതെങ്കിലും ഒരു നേതാവിന് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ സാധിക്കുമോ? ഇല്ല. ഒരു നേതാവ് സർവസംഘ പരിത്യാഗിയാവണം, സമർപ്പണമാവണം ജീവിതം. അയാൾ നിർഭയനായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു ജനതയ്ക്ക് വേണ്ടി ജീവിക്കണം. ഒരു സാരഥി പറയുന്നതേ ചെയ്യാവൂ, ചെയ്യാൻ പറ്റുന്നതേ പറയാൻ പാടുള്ളൂ. വാഗ്ദാനങ്ങൾ പ്രതീക്ഷകളാവണം, വചനങ്ങൾ സത്യങ്ങളാവണം. ഒരു വാർഡ് മെമ്പർ ആയാലും പ്രധാനമന്ത്രി ആയാലും എനിക്ക് മുന്നിൽ ഒരു ജനതയുണ്ടെന്നും ആ ജനതയുടെ കരുത്ത് ഞാനാണെന്നുമുള്ള നിരന്തര മന്ത്രണം മനസ്സിലുണ്ടാവണം. വിനയമുള്ളവനെ വിജയമുള്ളൂ എന്നൊരു പ്രസക്തമായ ചൊല്ലുണ്ട്. അത് രാജാവിനായാലും ശരി, പ്രജയ്ക്കായാലും ശരി, ആർക്കും മാറിയും ചോദ്യം ചെയ്യാവുന്ന വിനയവും ലാളിത്യവും ഒരു ജനത നേതാവിൽ നിന്ന് തന്നെ പഠിക്കണം. ഒരു നേതാവെന്ന നിലയിൽ എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല പരിഗണന എന്റെ സഹപ്രവർത്തകർക്കും എനിക്ക് പിന്നിലുള്ള ജനതയ്ക്കും ലഭ്യമാവണം. അങ്ങനെ രൂപപ്പെടുന്നത് ലോകത്തിന് മുന്നിൽ ഒരു ക്ഷേമ രാഷ്ട്രമാവും, ഒരു സോഷ്യലിസ്റ്റ് സമൂഹമാവും. ഒരു ജനതയെ ആഗ്രഹിക്കുന്ന നേതാവ് ആദ്യം ആ ക്ഷേമ സമൂഹത്തിന് പകരേണ്ടത് വിദ്യാഭ്യാസമാണ്. എല്ലാവർക്കും രാഷ്ട്ര സ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയും നിറഞ്ഞ വിദ്യാഭ്യാസം. നിർബന്ധിപ്പിച്ചടിച്ചേൽപ്പിക്കുന്നതല്ല. വേദ്യം യയാ വേദ്യതേ സാ വിദ്യ. എന്താണോ അറിയേണ്ടത് അതറിയുക, അതാവണം വിദ്യ. ആ രീതിയിൽ സാർവത്രികമാവണം. ഒരു കുട്ടിയെ നേതാവാക്കി പരിണമിപ്പിക്കാനുള്ള ഭാരിച്ച ചുമതല വിദ്യാഭ്യാസ സമ്പ്രദായത്തിനുണ്ട്. അതായത് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിൽ നിന്നും മാറി നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിലേക്കുള്ള പരിവർത്തനം. ഇന്ന് സിനിമാ കഥകളിൽ ഉള്ളതിനേക്കാൾ പൈശാചികമായ സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഹിംസാരഹിതവും ഭയരഹിതവുമായ ഒരു ജീവിതം സമ്മാനിക്കാൻ, കാമക്രോധ പീഡനങ്ങളില്ലാത്ത, രാസലഹരികൾ ഒഴുകാത്ത, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാത്ത, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ചോര ചിന്താത്ത, പരിസ്ഥിതിയുടെ മനോഹാരിതയും അന്തരീക്ഷത്തിന്റെ പരിശുദ്ധതയും കാത്തു സൂക്ഷിക്കുന്ന സമത്വ സുന്ദര രാജ്യം പടുത്തുയർത്തുവാൻ ഒരു നേതാവ് എന്ന നിലയിൽ ഞാനും എന്റെ സഹോദരി സഹോദരന്മാരും ഒത്തൊരുമിച്ച് പോരാടും. നിയമങ്ങൾ കാലത്തിനു മുന്നിലെ വഴിവിളക്കുകളാണ്. സമൂഹത്തിന്റെ ഉൾക്കാഴ്ചകളിൽ നിറഞ്ഞു കത്തുന്ന കടാവിളക്കുകൾ. നീതിയുടെ വഴിയിൽ ഇരുൾ വീഴുന്നത് നിയമങ്ങളുടെ അഭാവം കൊണ്ടല്ല, മറിച്ച്
ലോകചാമിമാർ സസുഖം വാഴുന്നത്. ഈ ഇരുളിനെ നീക്കി അറിവിന്റെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നീതിയുടെ പകലുകൾ തീർക്കണം. റിച്ചാർഡ് വാക്ക് പറഞ്ഞതുപോലെ 1000 നീന്തലുകൾക്ക് മീതെ പരക്കം പാഞ്ഞിരപിടിക്കുന്ന കടൽക്കാക്കിയെ പോലെയല്ല, മറിച്ച് ഇരുളിനെ കീറി മുറിച്ച് പുതിയ ആകാശവും പുതിയ വെളിച്ചവും പുതിയ സുഗന്ധവും പുതിയ ശാസ്ത്രവും പുതിയ ലോകവും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാരഥിയായി മാറാൻ ജഗത് നിയന്താവിന്റെ ആഗ്രഹങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞാൽ ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് ഒരു ജനത എനിക്ക് മുന്നിലും പിന്നിലും അണിനിരക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്നിച്ചു ചേരുന്നത് തുടക്കം, ഒന്നിച്ചു തുടരുന്നത് പുരോഗതി, ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത് വിജയം. നന്ദി, നമസ്കാരം. ചെയ്യും.